വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. യേശു ഒരു ചരിത്ര പുരുഷനാണ്. അതുകൊണ്ടാണ് യേശുവിനെ നിഷേധിക്കാതെ അനേകർ ആദരിക്കുന്നത്. പലരും യേശുവിനെ ഗുരുവായും പ്രവാചകനായും വിമോചകനായും ഒക്കെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം യേശുവിനെക്കുറിച്ച് പറയുന്നത് യേശു കർത്താവും രക്ഷകനും ആകുന്നു എന്ന്. യേശുവിനെ കർത്താവും രക്ഷകനുമായി നമുക്കെങ്ങനെ സ്വീകരിക്കുവാൻ കഴിയും? അതിന് സഹായകരമായ 3 ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. 1. ബൈ അണ്ടർസ്റ്റാൻഡിങ്. യേശുവിനെ അറിയുന്നതിലൂടെ അവനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കാം. പൗലോസ് യേശുവിനെക്കുറിച്ച് അറിഞ്ഞത് എന്താകുന്നു എന്ന് 1 കൊരിന്ത്യർ 15:3 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കെഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചിരിക്കുന്നു എന്ന ഇവിടെ പൗലോസ് പറയുന്നത്. ദൈവത്തിനായി ക്രിസ്തു പാപികളുടെ രക്ഷയ്ക്കായി കഷ്ടപ്പെട്ടു, മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസ്താവിച്ചതിൻ്റെ അടിസ്ഥാനം തിരുവചനം ആണ്. ദൈവവചനമാണ് യേശുവിനെ അറിയുന്നതിന് നമ്മെ സഹായിക്കുന്നത്. അതോടൊപ്പം മറ്റുള്ളവരുടെ സാക്ഷ്യത്തിൽ കൂടി നമുക്ക് യേശുവിനെ അറിയുവാൻ കഴിയും. മറ്റുള്ളവർ നൽകിയ സാക്ഷ്യം വിശ്വസിക്കുവാൻ തയ്യാറാകാതിരുന്ന യേശുവിൻ്റെ ശിഷ്യനാണ് തോമസ്. ആവർത്തനം 19:15 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ കാര്യം ഉറപ്പാക്കണം എന്ന് പറയുന്നുണ്ട്. എന്നാൽ തോമസ് പറയുന്നത്, എനിക്ക് അവൻ്റെ കൈകളിലെ ആണിപ്പഴുത് കാണണം, അവൻ്റെ ആണിപ്പഴുതുകളിൽ വിരൽ ഇടുകയും വേണം, എങ്കിലേ അവൻ ഉയർത്തു എന്ന് ഞാൻ വിശ്വസിക്കുകയുള്ളൂ. ദൈവജനത്തിലൂടെയും മറ്റുള്ളവരുടെ സാക്ഷ്യത്തിൽ കൂടിയും യേശുവിനെ അറിഞ്ഞ് അവനെ കർത്താവിൻ രക്ഷകനുമായി നമുക്ക് അംഗീകരിക്കാം. 2. ബൈ ഫെയ്ത്ത്. യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ അവനെ കർത്താവിൻ രക്ഷകനുമായി സ്വീകരിക്കുവാൻ കഴിയുന്നു. യേശുവിനെക്കുറിച്ച് തനിക്ക് ലഭിച്ച അറിവിൽ കൂടിയാണ് താൻ വിശ്വാസത്തിലേക്ക് നയിക്കപ്പെട്ടത് എന്ന പൗലോസ് പറയുന്നത്. 1 കൊരിന്ത്യർ 15:14 പൗലോസ് പറയുന്നത്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, ഞങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. വീണ്ടും 17-ാം വാക്യത്തിൽ പറയുന്നത്, ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപത്തിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് തന്നെ വിശ്വാസത്തിലേക്കും മരണാനന്തര പ്രത്യാശയിലേക്കും നയിച്ചു എന്ന പൗലോസ് പറയുന്നത്. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നിൽ ഉണ്ടായ രൂപാന്തരമാണ് അവനെ രക്ഷിതാവായി അംഗീകരിക്കുവാൻ പൗലോസിന് സഹായകരം ആയത്. എന്നാൽ തോമസ് അപ്പോസ്തലൻ യേശുവിനെ നേരിട്ട് കാണാതെ വിശ്വസിക്കുവാൻ തയ്യാറായില്ല. അതുകൊണ്ട് തോമസ് അപ്പോസ്തലന് യേശുക്രിസ്തുവിനെ വിശ്വാസത്തിലൂടെ കർത്താവ് രക്ഷകനുമായി കൈക്കൊള്ളുന്നതിനും സാധിച്ചില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക എന്ന് തോമസിനോട് കർത്താവ് പറയുന്നത്. യോഹന്നാൻ 20:27. ദൈവവചനം ദൈവത്തെക്കുറിച്ചുള്ള അറിവ് മാത്രമല്ല നൽകുന്നത്, വചനം നമ്മെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നു. റോമർ 10:17 പറയുന്നത്, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്ന്. ദൈവവചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നമുക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിനും ആണ്. യോഹന്നാൻ 20:31. ദൈവവചനത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്ന അറിവ് നമ്മെ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ആ വിശ്വാസത്താൽ ക്രിസ്തുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. 3. ബൈ എക്സ്പീരിയൻസ്. അനുഭവത്തിൽ കൂടി യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുവാൻ കഴിയുന്നു. അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു എന്ന് നാം പറയാറുണ്ട്. കർത്താവിനെ അനുഭവമാക്കിക്കൊണ്ട് പൗലോസ് പറയുന്നത്, ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ളവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. 1 കൊരിന്ത്യർ 15:10. ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നതിനു വേണ്ടി ദമസ്കോസിലേക്കുള്ള യാത്രയാണ് യേശുവിൻ്റെ ശബ്ദം കേൾക്കുന്നതിനും യേശുവിൻ്റെ മഹത്വം ദർശിക്കുന്നതിനും പൗലോസിന് സഹായകരമായത്. ഈ അനുഭവമാണ് സുവിശേഷത്തിനായി അത്യധികം അധ്വാനിപ്പാൻ പൗലോസിന് സഹായകരമായത്.
യേശുവിനെ തൻ്റെ അനുഭവമാക്കിക്കൊണ്ട് പൗലോസ് പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ഫിലിപ്പിയർ 1:21. ആ അനുഭവം മൂലമാണ് കഷ്ടതയ്ക്കോ സങ്കടത്തിനോ ഉപദ്രവത്തിനോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ ഒന്നും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ കഴിയില്ല എന്ന് പൗലോസ് പറഞ്ഞത്. റോമർ 8:35. യേശുവിനെ കർത്താവ് രക്ഷകനുമായി അനുഭവിച്ചറിഞ്ഞ പൗലോസ് റോമിൽ വെച്ച് നീറോ ചക്രവർത്തിയുടെ കൽപ്പനയാൽ ശിരച്ഛേദം ചെയ്യപ്പെട്ടു എന്നാണ് പാരമ്പര്യം പറയുന്നത്. മറ്റുള്ളവർ പറഞ്ഞത് കേട്ട് വിശ്വസിക്കാതെ അനുഭവത്തിൽ കൂടി യേശുവിനെ കർത്താവും ദൈവവുമായി സാക്ഷിച്ച തോമാസും കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി. യേശുവിനെ കർത്താവും രക്ഷകനുമായി അനുഭവിച്ചറിയുന്നതിനും കഷ്ടതകളിലും പീഡനങ്ങളിലും പതറിപ്പോകാതെ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി നിൽക്കുന്നതിനും നമുക്ക് കഴിയണം. കർത്താവേ, നീ എൻ്റെ കർത്താവും രക്ഷകനും എന്ന് അനുഭവിച്ചറിയുവാൻ സഹായിക്കണമേ. ആമേൻ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുവേ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുവേ. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. എന്റെ യേശു എനിക്കു നല്ലവൻ,